നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു കരിയർ റീഡിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾ നിലവിലുള്ള ആ ഒരു ജോലിയിൽ നിന്ന് മാറി എന്തെങ്കിലും പുതുതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നിങ്ങളുടെ കറന്റ് എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ഇനി ഈ നിലവിലുള്ള ജോലി നിങ്ങൾ തുടർന്ന് പോയാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഇനി ഉള്ള ജോലിയിൽ നിന്ന് വിട്ടുമാറി മറ്റൊരു ജോലി നോക്കാം ഇപ്പോൾ ശ്രമിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പിന്നെ എന്താണ് നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, ബാഹ്യമായ കാര്യങ്ങൾ? എന്താണ് ഇന്റേണൽ ഫാക്ടേഴ്സ്? നമ്മുടെ ആന്തരികമായ കാര്യങ്ങൾ. പിന്നുള്ളത് എന്താണ് യൂണിവേഴ്സൽ അഡ്വൈസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമായിട്ട് കറന്റ് എനർജി, ഈ ജോലിയിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കാം. 10 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. 10 ഓഫ് വാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജോലി ഭാരം കൂടുതലാണ്, നിങ്ങൾക്ക് ഇട്ടെറിഞ്ഞു പോയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്കുണ്ട്. വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിയണില്ല, അത്രയധികം ഭാരം നിങ്ങളുടെ തലയിലുണ്ട്. വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരു സമാധാനം ഇല്ല, ഒരുപാട് ടെൻഷൻ ഉണ്ട്. പക്ഷെ ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ള ആ ഒരു എനർജി നിങ്ങളുടെ മനസ്സിൽ വളരെയധികം ഉള്ളതായിട്ടാണ് കാണുന്നത്. അടുത്തായിട്ട് ഈ ജോലി വിട്ടുപോയാൽ ഈ ജോലിയിൽ തന്നെ നിങ്ങൾ നിലനിന്നാൽ എന്ത് സംഭവിക്കുന്നതാണ് നമ്മൾ നോക്കിയത്. 3 ഓഫ് സോഴ്സ് ആണ് കണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെയധികം ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഈ ജോലിയിലോട്ട് ഈ ലെവലിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അസുഖങ്ങൾ വരെ വരാൻ സാധ്യതയുണ്ട്. വളരെയധികം മാനസിക പ്രയാസം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഒന്നുകിൽ നിങ്ങൾ നിൽക്കുന്ന ജോലി സ്ഥലത്തിൻ്റെ പ്രത്യേകതയായിരിക്കാം, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരുടെ ഒരു സഹകരണം ഇല്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ മേലധികാരികളുടെ നിന്ന് വേണ്ടത്ര പരിഗണന കിട്ടാത്തതായിരിക്കാം. വേണ്ടത്ര പ്രൊമോഷനോ പേ റൈസോ ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ വർക്ക് ചെയ്യുക മാത്രം, അതിന് ഒരു റിസൾട്ടും നിങ്ങൾക്ക് കിട്ടാത്ത ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ വളരെയധികം മാനസികമായ വേദന അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷൻ. ഇതൊക്കെയാണ് ഈ സമയത്ത് നിങ്ങളെ ഈ ജോലിയിൽ നിങ്ങൾ തുടർന്ന് പോയാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഇനി മാറി ചിന്തിച്ചാൽ എന്ത് സംഭവിക്കുന്നത്? സണ്ണാണ് വന്നിരിക്കുന്നത് കേട്ടോ. വളരെയധികം നല്ല ഒരു ഇതാണ്. നിങ്ങൾ ഇപ്പോൾ ജോലി കളഞ്ഞ് ഓടിച്ചാടി വേറൊരു ഇതിലേക്ക് പോകണം എന്നല്ല ഞാൻ പറയുന്നത്. ഒന്ന് ആലോചിക്കണം, നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കണം. ഈ ജോലി വിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ നിലവിലുള്ള ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ വേറെ ജോലി അന്വേഷിക്കുക. അല്ലെങ്കിൽ ബിസിനസ്സുകാരാണെങ്കിൽ തന്നെ ഒരു ശക്തമായ അടിത്തറ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം, ബിസിനസ് സംരംഭം തുടങ്ങുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്ന് വ്യക്തമായ ഒരു പ്ലാൻ ചെയ്യേണ്ട സമയമാണ്. എന്തായാലും വളരെ പോസിറ്റീവ് സൈനാണ് യൂണിവേഴ്സ് തരുന്നത്. ഇപ്പോഴുള്ള ജോലിയിൽ നിന്ന് വിട്ടുമാറി ചിലപ്പോൾ നിങ്ങൾക്ക് സ്ഥലം മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറെ സമാധാനം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ജോലി വിട്ടുമാറാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ആ രീതിയിൽ ഒരു മാറ്റം നിങ്ങൾക്ക് നല്ലതാണ് എന്നുള്ള രീതിയിലാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. അടുത്തത് നമ്മളെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. എന്താണ് നിങ്ങളെ സ്വാധീനിക്കുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്? ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളൊരു സമയത്തിൻ്റെ ആയിരിക്കും കേട്ടോ. ചില കാര്യങ്ങളുണ്ടല്ലോ, നല്ല സമയം വരിക, നമ്മുടെ ജീവിതത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആ ഒരു നിലയിൽ, ആ ഒരു ഏത് സ്റ്റേജിലാണോ നിങ്ങൾ,
ആ സ്റ്റേജിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞ് നിങ്ങളൊരു സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഒരുപാട് ബുദ്ധിമുട്ടുകൾ പഠിച്ചിട്ടുണ്ടായിട്ടുണ്ട്, ഒരുപാട് ലെസൺസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതേ സമയത്ത് നിങ്ങൾ ഒരുപാട് കഴിവുകളും നേടിയിട്ടുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ കഴിവും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാണ്, നമ്മൾ മെന്റലി കൂടുതൽ സ്ട്രോങ് ആവാണ്, നമ്മുടെ എബിലിറ്റീസ് കൂടുതൽ പോളിഷ്ഡ് ആവാണ്, റിഫൈൻഡ് ആവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കംപ്ലീഷനാണ് നിങ്ങളെ സ്വാധീനിക്കുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഈ ഇന്റേണൽ ഫാക്ടേഴ്സ്, അതായത് സാമ്പത്തികം തന്നെ ആണ് നിങ്ങളെ സ്വാധീനിക്കുന്ന. കുറച്ചൊരു സാമ്പത്തികമായി മെച്ചപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. നിലവിലുള്ള ജോലി അല്ലെങ്കിൽ കാരിയർ അല്ലെങ്കിൽ ബിസിനസ് നിങ്ങൾക്ക് ഒരു സാമ്പത്തികമായ ഒരു ഫുൾഫിൽമെന്റ് തരുന്നില്ല. എന്തുകൊണ്ടോ ഒരു അപര്യാപ്തത, സാമ്പത്തികമായ ഒരു അപര്യാപ്തത വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ കാര്യങ്ങൾ തുടങ്ങി, പുതിയ ഐഡിയാസ് തുടങ്ങി എന്നൊരു സാമ്പത്തിക മെച്ചപ്പെടൽ നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങളിൽ വളരെയധികം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് യൂണിവേഴ്സ് അത് അനുകൂലിക്കുന്നുമുണ്ട്. യൂണിവേഴ്സിന്റെ അഡ്വൈസ് എന്താണെന്ന് നോക്കാം. ഏസ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ ആശയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. വളരെ എന്തോ ഒരു ഐഡിയ നിങ്ങൾക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി അതിൻ്റെ ഒരു സ്പാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇന്റലിജന്റ് ആയിട്ട് ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമാണിത്, പ്രായോഗികമായിട്ടുള്ള ഒരു തീരുമാനമാണിത്. അപ്പോൾ അതിലോട്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു അഡ്വൈസാണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത്. അപ്പോൾ ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് പറയാം. ഇപ്പോഴുള്ള ജോലി നിങ്ങൾക്ക് വളരെയധികം ഭാരമായിട്ടാണ് കാണുന്നത്. ഇതിൽ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും തന്നെയാണ്. ഒന്നുകിൽ സ്ഥലം സാഹചര്യം മാറുക, അല്ലെങ്കിൽ ജോലി മാറുക. ഈ ജോലി മാറിയാൽ തന്നെ നിങ്ങൾക്ക് വളരെ നല്ല ഒരു പോസിറ്റീവ് സൈനാണ് കാണുന്നത്. കാരണം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ളതൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു, ഇവിടെ നിന്ന് പഠിക്കാനുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, നേടാനുള്ളതൊക്കെ നേടിക്കഴിഞ്ഞു. ഇനി പുതിയ തുടക്കങ്ങളാണ്, സാമ്പത്തികമായ പുതിയ തുടക്കങ്ങളിലാണ് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് ചിന്തിച്ച് പ്രായോഗികമായി പ്രവർത്തിക്കുക. അതിനുള്ള ഐഡിയാസ് യൂണിവേഴ്സ് തരും. ധൈര്യമായി മുന്നോട്ട് പോവുക എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, താങ്ക് യു.